നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യനിൽ ലെവൽ സെറ്റും ഗ്രാഫ് ഓഫ് ഫംഗ്ഷനും നമുക്ക് കാണിക്കണം. നമ്മുടെ ലെവൽ സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് യുവിൽ നിന്ന് ആറിലേക്കാണ്. ഇവിടെ യു എന്ന് പറയുന്നത് Rn+1 ആണ്, ആർ എന്ന് പറയുന്നത് 6 തന്നെയാണ്. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് f = x1 x2 എക്സെട്ര xn+1 = x1² + x2² + എക്സെട്ര xn+1². നമുക്കിവിടെ 3 കേസസാണ് കൺസിഡർ ചെയ്യേണ്ടത്. n എന്ന് പറയുന്നത് 0, n എന്ന് പറയുന്നത് 1, n = 2. 3 കേസും നമുക്ക് കൺസിഡർ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ലെവൽ സെറ്റ് കാണാനുള്ള ഇക്വേഷനും ഗ്രാഫ് ഓഫ് ഫംഗ്ഷന് കാണാനുള്ള ഇക്വേഷനും നമുക്ക് കാണാം. ലെവൽ സെറ്റ് കാണാനുള്ള ഇക്വേഷനാണ് എന്താ ഈ കാണുന്നത്. ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ കാണാനുള്ള ഇക്വേഷനാണ് ഈ കാണുന്നത്. ഇതിലെന്താ ചെയ്യുന്നത്? x1 x2 എക്സെട്ര xn+1 ബിലോങ്സ് ടു സച്ച് ദാറ്റ് f of x1 x2 എക്സെട്ര xn+1 = c. ഇതാണ് ലെവൽ സെറ്റ് കാണാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷനൊക്കെ ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്യാൻ മതി. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നത് എന്നിൻ്റെ വാല്യൂ എന്താ? 0 എന്നാണ്. എന്നിൻ്റെ വാല്യൂ 0, 1, 2 3 കേസിലെ കൺസിഡർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഞാൻ 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. 0 ആയി കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ടേം 0 അല്ലേ? അപ്പോൾ ഇവിടെ x1 എന്ന് പറയുന്ന ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. x1 belongs to such that ഇവിടെ n-ന് 0 വരുമ്പോൾ x1 മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. f of x1 = c എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മളിതാ f ഇൻവേഴ്സ് ഓഫ് c = x1 ബിലോങ്സ് ടു r എന്ന് പറയുന്നത് ഇവിടെ യുവിൻ്റെ കേസിൽ ആരാ? ഇവിടെ r ആണുള്ളത് അല്ലേ? x1 ബിലോങ്സ് ടു r സച്ച് ദാറ്റ് f of x1 = c എന്ന് വന്നു. ഇനി നമുക്ക് ഈ cൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ് വരിക എന്ന് നോക്കാം. അതിന് ഞാൻ cന് കുറേ വാല്യൂസ് ഇട്ട് കൊടുക്കാം. ഞാൻ 0 ഇടുന്നുണ്ട്, 1 ഇടുന്നുണ്ട്, സിക്ക് -1 ഇടുന്നുണ്ട്, സിക്ക് 2 ഇടുന്നുണ്ട്. ഇതൊക്കെ ഇടുമ്പോൾ നമുക്ക് ഈ ഒരു f ഇൻവേഴ്സ് ഓഫ് c നമ്മുടെ ലെവൽ സെറ്റ് എന്താ തരുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സിക്ക് 0 ഇട്ട് കൊടുത്തു. അപ്പോൾ f ഇൻവേഴ്സ് ഓഫ് 0 എന്ന് വരുമല്ലോ. അതെന്താ വരിക? x1² = 0 എന്ന് വരും. കാരണം എന്താ? f of x1 = 0 എന്ന് നമുക്ക് കിട്ടും. f of x1 എന്ന് പറയുന്നത് എന്താ? x1² ആണ്. അപ്പോൾ അത് ഏതിൽ നിന്നാണ് കിട്ടിയത്? എന്താ ഇതിൽ നിന്ന് f of x1 = x1² എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? x1 എന്ന് പറയുന്നത് 0 ആണ്. ഇനി സിക്ക് 1 ഇട്ട് കൊടുക്കുമ്പോൾ x1² = 1 എന്ന് വരും. അഥവാ എക്സിൻ്റെ വാല്യൂ 1 -1 എന്ന് വരും. ഇനി സിക്ക് -1 ഇട്ട് കൊടുക്കുമ്പോൾ x1² = -1 എന്ന് വരും. ഈ ടേം ഒരിക്കലും പോസിബിൾ അല്ല. കാരണം എന്താ? ഒരു ഇൻറ്റിജറിൻ്റെ അല്ലെങ്കിൽ ഒരു റിയൽ നമ്പറിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് വരില്ല? -1 വരില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ടേം അവിടെ ഇല്ല. അപ്പോൾ സിക്ക് 2 കൊടുത്താലോ? സിക്ക് 2 കൊടുത്താൽ x1² = 2 എന്ന് വരും. എക്സിന് -√2 എന്ന് പറയുന്ന 2 വാല്യൂസ് വരും അല്ലേ? അപ്പോൾ ഏകദേശം ഒരു ഫോം നമുക്ക് കിട്ടി. ആ ഫോമിൽ നമ്മളിതാ ഇങ്ങനെ നമുക്ക് ഗ്രാഫ് വരക്കാം. എങ്ങനെ? 0 വരുമ്പം അവിടെ ആരാ ഉള്ളത്? f ഇൻവേഴ്സ് ഓഫ് 0 വരുമ്പം അവിടെ ആരും ഇല്ല അല്ലേ? 0 മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? f ഇൻവേഴ്സ് ഓഫ് 0 വരും. f ഇൻവേഴ്സ് ഓഫ് 0. ഇനി f ഇൻവേഴ്സ് ഓഫ് 1 വരുമ്പോൾ നമുക്ക് ഏതാ വാല്യൂ കിട്ടിയിരുന്നത്? 1 -1. അപ്പോൾ ഇതാ 1 -1 ആരുണ്ട്? f ഇൻവേഴ്സ് ഓഫ് 1 ഉണ്ട്. -√2 ആരുണ്ട്? f ഇൻവേഴ്സ് ഓഫ് 2 ഉണ്ട്. ഇങ്ങനെ നമ്മൾ വരച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ലെവൽ സെറ്റ് കണ്ടു അല്ലേ? c = 0 അല്ലേ? ലെവൽ സെറ്റ് കണ്ടു അല്ല. n = 0 അല്ലേ? n = 0 നമ്മൾ ഓരോന്നിലും നമുക്ക് എന്ത് കാണിക്കണം? ലെവൽ സെറ്റ് ഗ്രാഫ്, ലെവൽ സെറ്റ് ഗ്രാഫ്, ലെവൽ സെറ്റ് ഗ്രാഫ്. ഇപ്പം നമ്മൾ n = 0 ലെവൽ സെറ്റ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് n = 0 ഗ്രാഫ് കാണാം. ഗ്രാഫ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഇതാണ് നമ്മുടെ ഗ്രാഫ് കാണാനുള്ള ഇക്വേഷൻ അല്ലേ? ഇവിടെ ഒരു n+2 എന്ന് പറയുന്ന പുതിയ ടേം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം n-ന് 0 ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇവിടെ എന്താ വരിക? n-ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ x1 മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക. x1 ബിലോങ്സ് ടു Rn+2 സച്ച് ദാറ്റ് ഇവിടെ എന്ത് വരും? n-ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ x1 ബിലോങ്സ് ടു യു സച്ച് ദാറ്റ് n-ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ x2 = x1 x2 = f of x1 എന്ന് വരും അല്ലേ? അത് നമ്മളിതാ നേരെ ഇവിടേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. f of x1 = x2. ഇത് മനസ്സിലായല്ലോ. അപ്പോൾ n-ന് 0 ഇട്ടെടുത്തപ്പോഴാണ് നമുക്കിത് വന്നത് അല്ലേ? അപ്പോൾ f of x1 എന്താ? x1². എങ്ങനെയാണ് കിട്ടിയതാ? ഇത് പ്രകാരം f of x1 = x1². അപ്പോൾ x1² = x2 ആണെങ്കിൽ നമുക്ക് x1-ന് എന്ത് ചെയ്താൽ ±√(x2) എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ഇത് ഏതാ സാധനം? ഇതെന്ന് പറയുന്നത് പാരാബോളൻ്റെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ നമുക്കൊരു പാരാബോള കിട്ടി. ഇപ്പം നമുക്ക് ഇതാ ഈ ടേമും കിട്ടിയില്ലേ? n = 0 ലെവൽ സെറ്റും കിട്ടി, ഗ്രാഫും കിട്ടി. ഇനി n = 1 ലെവൽ സെറ്റും ഗ്രാഫും കാണണം. n = 1 ലെവൽ സെറ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മളിതാ ഈ ലെവൽ സെറ്റിലേക്ക്
എന്നിന് 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? എന്നിന് 1 ഇട്ട് കൊടുത്താൽ x2 വരെ വരും അല്ലേ. x1 x2 ബിലോങ്സ് ടു യു സച്ച് ദാറ്റ് എഫ് ഓഫ് x1 x2 ഈക്വൽ ടു സി. അങ്ങനെ വരും. അപ്പോൾ എഫ് x1 x2 ഈക്വൽ ടു സി. എഫ് ഓഫ് x1 x2 എന്താ? നമ്മുടെ ഇക്വേഷൻ പ്രകാരം എഫ് ഓഫ് x1 x2 എന്ന് പറയുന്നത് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയറാണ്. അത് നമ്മൾ നേരെ അങ്ങിട്ട് കൊടുക്കുന്നു ഈക്വൽ ടു സി. ഇനി സീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ സിക്ക് ആദ്യം 0 ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഓഫ് x1 x2 ഈക്വൽ ടു 0 എന്ന് വരും. എന്ന് വെച്ചാൽ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ? 0 0. x1 x2ൻ്റെ വാല്യൂ 0 0 എന്ന് വരും. ഇനി സി ഈക്വൽ ടു 1 വരുമ്പോൾ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വരും. ഇതെന്താ? സർക്കിൾ ഒരു റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ. -1 കൊടുക്കുമ്പോഴോ -1 എന്നാണ് വരിക. x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ -1 വരും. രണ്ട് റിയൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്ത് സം ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ എടുത്താൽ തന്നെ അതെന്ത് വരില്ല? നെഗറ്റീവ് വരില്ല അല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻ പോസിബിൾ അല്ല. ഇനിയോ സി ഈക്വൽ ടു 2 വരുമ്പോൾ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് വരും. ഇതെന്താ? √2 റേഡിയസ് ആയിട്ടുള്ള സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഏകദേശം എങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വരുന്നതെന്ന് കിട്ടിയല്ലേ. അപ്പോൾ നെഗറ്റീവ് കേസിലൊന്നും നമുക്ക് ഗ്രാഫ് വരുന്നില്ല, എല്ലാം പോസിറ്റീവിലാണ് സീൻ്റെ വാല്യൂ നമുക്ക് ഗ്രാഫ് വരുന്നത്. അതിൽ 0 വരും. x ഈക്വൽ ടു 0 0ൽ എഫ് ഇൻവേഴ്സ് ഓഫ് 0 ഉണ്ട്. പിന്നെ 1 റേഡിയസ് ആയി വരുന്ന ഒരു സർക്കിൾ നമ്മൾ ഒറിജിനിൽ വരക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്? എഫ് ഇൻവേഴ്സ് ഓഫ് 1 ഉണ്ട്. √2 റേഡിയസ് ആയിട്ട് നമ്മളൊരു സർക്കിൾ ഒറിജിനിൽ വരക്കുകയാണെങ്കിൽ അവിടെ എഫ് ഇൻവേഴ്സ് ഓഫ് 2 ഉണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയല്ലേ നമ്മുടെ ഗ്രാഫ് വരിക. ഓക്കെ, ഇവിടെ എഫ് ഇൻവേഴ്സ് ഓഫ് 0 ഉണ്ട്, ഇവിടെ എഫ് ഇൻവേഴ്സ് ഓഫ് 1 ഉണ്ട്, ഇവിടെ എഫ് ഇൻവേഴ്സ് ഓഫ് 2 ഉണ്ട്. ഇനി ഒരു √3യിൽ നമ്മളൊരു റേഡിയസ് വരക്കുകയാണെങ്കിലോ √3 റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ ഒറിജിനിൽ നമ്മൾ വരക്കുകയാണെങ്കിൽ അതായിരിക്കും എന്ത്? എഫ് ഇൻവേഴ്സ് ഓഫ് 3 എന്ന് പറയുന്നത്. ഇനി ഗ്രാഫ് കാണണം. ഗ്രാഫ് ഓഫ് എഫ് കാണാനുള്ള ഇക്വേഷനിലേക്ക് നമ്മളിതാ n ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കുക. n ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? x1 x2 ബിലോങ്സ് ടു R3 സച്ച് ദാറ്റ് എന്നിന് 1 ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ? 1 + 2 R3 എന്നാവും അല്ലേ. x1 x2 ബിലോങ്സ് ടു യു സച്ച് ദാറ്റ് x3 ഈക്വൽ ടു എഫ് ഓഫ് x1 x2 എന്ന് വരും. ഓക്കെ, ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് x1 x2 എന്താ? എഫ് ഓഫ് x1 x2 എന്ന് പറയുന്നത് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ. നമ്മുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതെന്താണ്? x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ഈക്വൽ ടു x3 എന്ന് പറയുന്നത് ഒരു പാരാബോളോയിഡിൻ്റെ ഇക്വേഷനിൽ. അപ്പോൾ നമുക്കൊരു പാരാബോളോയിഡ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ n ഈക്വൽ ടു 1ലെ ലെവൽ സെറ്റും ഗ്രാഫും കണ്ടു. ഇനി n ഈക്വൽ ടു 2ലെ ലെവൽ സെറ്റും ഗ്രാഫുമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ n ഈക്വൽ ടു 2ലെ നമ്മുടെ ലെവൽ സെറ്റിൽ n 2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടും. x1 x2 x3 ബിലോങ്സ് ടു യു സച്ച് ദാറ്റ് എഫ് ഓഫ് x1 x2 x3 ഈക്വൽ ടു സി. ഓക്കെ, ഇതെന്താ? എഫ് ഓഫ് x1 x2 x3 എന്താ? x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ എന്ന് വരും. ഇനി സിക്ക് നമ്മൾ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക. 0 -1 1 ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് മൊത്തം 0 എന്ന് കിട്ടി കഴിഞ്ഞാൽ x ഈക്വൽ ടു 0 0 0 എന്ന് കിട്ടും അല്ലേ. -1 ആണെങ്കിലോ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ -1 വരുമോ? ഒരിക്കലും വരുമല്ലോ അല്ലേ. അതും കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ടേം സി ഈക്വൽ ടു 1 വരുമ്പോൾ ഇത് 1 വരും. ഇതെന്താ സംഭവം? x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞത് 1 റേഡിയസ് ആയിട്ട് ഒറിജിനിൽ വരുന്ന ഒരു സ്ഫിയർ അല്ലേ. 3 ഡയമെൻഷണൽ പിക്ചറാണ്. അപ്പോൾ ഞാനിതാ ഇങ്ങനെ 1 റേഡിയസ് ആയിട്ട് വരുന്ന ഒരു സ്ഫിയർ വരച്ചു. 3 ഡയമെൻഷനലാണ് കേട്ടോ. അപ്പോൾ √2 റേഡിയസ് വരുന്ന സർക്കിൾ എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് 2 ആയിരിക്കും. √3 റേഡിയസ് വരുന്ന സ്ഫിയർ എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് 3 ആയിരിക്കും. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ ഗ്രാഫ് കാണാം. ഗ്രാഫ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ഇതിലേക്ക് നേരെ n ഈക്വൽ ടു 2 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കത് ഈ കണ്ടീഷൻ കിട്ടും. അപ്പോൾ x4 ഈക്വൽ ടു എഫ് ഓഫ് x1 x2 x3 എന്ന് കിട്ടി. അഥവാ എഫ് ഓഫ് x1 x2 x3 എന്ന് പറയുന്നത് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ എന്ന് വരും. ഇത് നമുക്ക് 4 ഡയമെൻഷണൽ ചിത്രം ആയതുകൊണ്ട് നമുക്കിത് വരയ്ക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണല്ലേ. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി.